നമസ്കാരം സുഹൃത്തുക്കളെ. വേൾഡ് കപ്പ് അടുത്തു വരുന്നു. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ അർജൻറ്റീനയുടെ 55 അംഗ പ്രാഥമിക സ്ക്വാഡിനെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തു. അതിൽ ഫൈനൽ സ്ക്വാഡിലേക്ക് എത്താൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് വീഡിയോകളിൽ വരുന്ന സംഭവങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പണാണ്. നിങ്ങൾക്കും അവിടെ പോസ്റ്റുകൾ ഇടാം. വേൾഡ് കപ്പിനെ നമുക്ക് ആഘോഷമാക്കാനുള്ള ഒരു ഇടം കൂടിയാണ് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ, റാഫ് ടോക്സ് ചാനലിലല്ല, ഈ ചാനൽ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ കമ്മ്യൂണിറ്റി ടാബ്. സുഹൃത്തുക്കൾ അത് ഉപയോഗപ്പെടുത്തണം. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബ്രസീലിൻ്റെ സ്ക്വാഡ് എങ്ങനെയായിരിക്കും. 55 അംഗ പ്രിലിമിനറി ലിസ്റ്റ് 11-ാം തീയതി കാർലോ ആഞ്ചലോട്ടി ഫിഫക്ക് സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഒഫീഷ്യലി ബ്രസീൽ അത് പുറത്തു വിട്ടില്ല. അർജൻറ്റീന ഒഫീഷ്യലി അവരുടെ ലിസ്റ്റ് പുറത്തു വിട്ടെങ്കിലും ബ്രസീൽ മറ്റു പല ടീമുകളെ പോലെയും ആ ലിസ്റ്റ് പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ബ്രസീലിലെ പ്രമുഖ മാധ്യമങ്ങൾ ആരൊക്കെയാണ് ആ സ്ക്വാഡിലുള്ളത്, 55 അംഗ പ്രാഥമിക ലിസ്റ്റിലുള്ളത് എന്നൊക്കെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം നെയ്മർ ജൂനിയർ പ്രാഥമിക ലിസ്റ്റിലുണ്ട് എന്നാണ്. ഇനിയിപ്പോൾ നെയ്മർ ഈ ഫൈനൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും കാത്തിരിക്കണ്ട. തിങ്കളാഴ്ചയാണ് ബ്രസീൽ ടീമിൻ്റെ ഫൈനൽ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. അന്ന് ആ ലിസ്റ്റിൽ നെയ്മർ ഉണ്ടാവുമോ എന്നാണ് നമുക്കൊക്കെ അറിയേണ്ടത്. ആരാധകരൊക്കെ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ബ്രസീലിൽ നിന്നുള്ള സോഴ്സുകൾ ഓരോ താരങ്ങളുടെ സാധ്യതകൾ, വേൾഡ് കപ്പിൻ്റെ ഫൈനൽ സ്ക്വാഡിലെത്താനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നു. ഇത് 55 അംഗ ലിസ്റ്റിലുള്ളവരെക്കുറിച്ചും അതുപോലെ തന്നെ ഈ വേൾഡ് കപ്പ് സ്ക്വാഡിലെത്താനുള്ള സാധ്യതകളെക്കുറിച്ചുമാണ് നമ്മൾ വിലയിരുത്തുന്നത്. 3 ഗോൾ കീപ്പർമാരെ ആയിരിക്കും മിക്കവാറും വേൾഡ് കപ്പ് 26 അംഗ സ്ക്വാഡിൽ കോച്ച് ഉൾപ്പെടുത്തുക. അപ്പം അതിൽ ഓൺ ദി പ്ലെയിൻ എന്ന് പറയുന്നത്, അതായത് അങ്ങോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് എന്ന് പറയാവുന്നവർ, അതായത് ഓൾമോസ്റ്റ് ഉറപ്പുള്ള താരങ്ങൾ. ലിവർപൂളിൻ്റെ ആലിസൺ ബെക്കർ 33-കാരനായിട്ടുള്ള താരം കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലും അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാലോ, ഈ പെനാൽറ്റി ഷൂട്ടൗട്ടുകളിൽ അദ്ദേഹം അത്ര അങ്ങ് തിളങ്ങാത്തതൊരു പ്രശ്നമാണ്. പക്ഷേ നമ്പർ 1 ഗോൾ കീപ്പറായിട്ട് ആലിസൺ തന്നെയായിരിക്കും ഈ വേൾഡ് കപ്പിലും ഉണ്ടാവുക, ബ്രസീലിൻ്റെ ഗോൾ വലയത്തിന് താഴെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ എഡേഴ്സൺ 32-കാരനായിട്ടുള്ള, ഇപ്പോൾ ഫെണർബാഷയ്ക്ക് വേണ്ടി കളിക്കുന്ന താരം, മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളിക്കാരനായിരുന്നു. തീർച്ചയായിട്ടും ബ്രസീലിൻ്റെ നമ്പർ 1 ഗോൾ കീപ്പർ ആവാം അദ്ദേഹത്തിന്, അതിനുള്ള ക്വാളിറ്റിയും കപ്പാസിറ്റിയും ഒക്കെ ഉണ്ട്. പക്ഷേ ആലിസൺ ഉള്ളപ്പോൾ 2ാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്നു എന്ന് മാത്രം. സോ എഡേഴ്സൺ ഉണ്ടാകും. പിന്നെ ബെൻഡോയും ഓൺ ദി പ്ലെയിൻ എന്ന രൂപത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അൽ നസറിൻ്റെ കളി വിജയത്തിൻ്റെ വക്കിൽ നിന്ന് സമനിലയിലേക്ക് വീണതൊക്കെ ബെൻഡോയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. ബെൻഡോ ഇടക്കാലത്ത് അൽ നസറിൽ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസാണ് നടത്തിയിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം തൻ്റെ ഫോം തിരികെ പിടിച്ചിട്ടുണ്ട്. ബെൻഡോ 3rd ചോയ്സ് ഗോൾ കീപ്പറായിട്ട് വേൾഡ് കപ്പിന് പോകും ആഞ്ചലോട്ടിയുടെ ടീമിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഗോൾ കീപ്പിങ്ങിൽ വെയിറ്റിംഗ് ലിസ്റ്റിലെന്ന് പറയാവുന്നത് ഒന്ന് ഹ്യൂഗോ സൗസയാണ്, കൊറിന്ത്യൻസിൻ്റെ താരം, 27-കാരനായിട്ടുള്ള GK. അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് സ്പെഷ്യലിസ്റ്റാണ്. പെനാൽറ്റികൾ തടയാനുള്ള പ്രത്യേക കപ്പാസിറ്റി ഉണ്ട്. അത് ആഞ്ചലോട്ടി പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ജോൺ 30 വയസ്സുകാരനായിട്ടുള്ള താരമാണ്. സോ 2024 അദ്ദേഹം കോൺമെബോൾ കോപ്പ ലിബർട്ടഡോറസ് ബൂട്ടാഫാക്കൊപ്പം വിജയിച്ചിരുന്നു. മികച്ച ഗോൾ കീപ്പറാണ്. സോ അദ്ദേഹത്തെയും നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ പെടുത്താം. വെവേർട്ടനും ഇപ്പോൾ 55 അംഗ ലിസ്റ്റിലുണ്ടെങ്കിലും വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്, ഫൈനൽ സ്ക്വാഡിലെത്താനുള്ള സാധ്യത കുറവാണ്. ഇനി ഡിഫൻഡർമാരുടെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് നമ്മൾ വിങ് ബാക്ക്മാരുടെ കാര്യത്തിലേക്ക് നോക്കാം. ഒന്ന് വെസ്ലി, ഓൺ ദി പ്ലെയിൻ എന്ന് പറയാവുന്ന താരം. 4 വിങ് ബാക്ക്മാരെ കൊണ്ടുപോകും. അതിൽ ഓൺ ദി പ്ലെയിൻ എന്ന് നമുക്ക് പറയാവുന്ന, അല്ലെങ്കിൽ ഏതാണ്ട് സ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയാവുന്നത് ഒന്ന് വെസ്ലിയാണ്. AS റോമയുടെ 22-കാരനായിട്ടുള്ള താരം. വളരെ മികച്ച ഫോമിലാണ് ഇപ്പോഴുള്ളത്. കോച്ചിന് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുപോകും. പിന്നെ ഫ്ലെമിംഗോയുടെ 34-കാരനായിട്ടുള്ള താരം ഡാനിലോയെ എന്തായാലും കൊണ്ടുപോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ചിലടക്കം കോച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നല്ല രൂപത്തിൽ കോച്ച് പ്രൈസ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. സോ അദ്ദേഹം ഉണ്ടാവും.
പിന്നെ അലക്സാൻഡ്രോ 35-കാരനായിട്ടുള്ള ഫ്ലമിംഗോയുടെ താരം അലക്സാൻഡ്രോ, മറ്റൊരു വിങ് ബാക്ക് സ്ഥിരമായിട്ട് നമ്മൾ ബ്രസീൽ ടീമിൽ കാണുന്നയാളാണ്. അദ്ദേഹത്തെയും ഉൾപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. സെനിത്തിൻ്റെ ഡഗ്ലസ് സാൻഡോസ് 32-കാരനായിട്ടുള്ള താരം. അപ്പോൾ അദ്ദേഹവും വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്ന് പറയാൻ മൊണോക്കോയുടെ 24-കാരൻ വാൻഡേഴ്സൺ, ക്രുസോറോയുടെ 23-കാരനായിട്ടുള്ള കൈക്ക് ബ്രൂണോ, മൊണോക്കോയുടെ 28-കാരനായിട്ടുള്ള താരം കായോ ഹെൻറിക്കെ, ഇൻ്റർ മിലാൻ്റെ 27-കാരനായിട്ടുള്ള താരം കാർലോസ് അഗസ്റ്റോ, ബാഹിയയുടെ 26-കാരനായിട്ടുള്ള താരം ലൂസിയാനോ ജൂബ. ഇതാണ് നമ്മൾ ഇപ്പം വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും താരങ്ങൾക്ക് പരിക്കോ മറ്റോ ഒക്കെ പറ്റിയാൽ ഇപ്പോൾ മാറ്റമൊക്കെ വരുത്താം കോച്ച്. തിങ്കളാഴ്ച സ്ക്വാഡൊക്കെ പ്രഖ്യാപിക്കുന്നതിനിടയ്ക്ക് പലതും സംഭവിക്കാം. ഏതായാലും അപ്പോൾ ഇതാണ് ഈ വിങ് ബാക്കുമാരുടെ കാര്യത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇനി സെൻറ്റർ ബാക്കുമാരുടെ പൊസിഷനിലേക്ക് 5 സെൻറ്റർ ബാക്കുമാരെ കൊണ്ടുപോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. തിയാഗോ സിൽവ അടക്കമുള്ളവർ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിലുണ്ട്, 55 ലിസ്റ്റിലുണ്ട്. അപ്പോൾ അതിൽ ഈ 5 താരങ്ങളെ കൊണ്ടുപോകുള്ളൂ, ബാക്കിയുള്ളവരെ ഒഴിവാക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് PSG-യുടെ 31-കാരനായിട്ടുള്ള സെൻറ്റർ ബാക്ക് മാർക്കിഞ്ഞോസ് എന്തായാലും ഉണ്ടാവും. ചാമ്പ്യൻസ് ലീഗ് അടക്കം ഫൈനലിലേക്ക് ടീമിനെ കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് നിൽക്കുന്ന മാർക്കിഞ്ഞോസ്. പ്രത്യേകിച്ച് എദർ മിലിറ്റാവും ഇല്ല, പരിക്കേറ്റ് പുറത്താണ്. അപ്പോൾ മാർക്കിഞ്ഞോസിന് എന്തായാലും എടുക്കും. ആഴ്സണലിൻ്റെ 28-കാരനായിട്ടുള്ള ഗബ്രിയൽ മെഗല്ലസ് അദ്ദേഹത്തെ എടുക്കും. അപ്പോൾ ഈ 2 താരങ്ങളായിരിക്കും മിക്കവാറും സ്റ്റാർട്ടിംഗ് സെൻറ്റർ ബാക്കുമാരായിട്ട് ബ്രസീൽ ടീമിൽ ഉണ്ടാവുക വേൾഡ് കപ്പിനെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ യുവൻറ്റസിൻ്റെ 29-കാരനായിട്ടുള്ള ബ്രമർ, ഫ്ലമിംഗോയുടെ 30 വയസ്സുള്ള ലിയോ പെരീര, അൽ അഹ്ലിയുടെ 27-കാരനായിട്ടുള്ള ഇബാനസ് നേരത്തെ ബ്രസീൽ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഇടക്കാലത്ത് അദ്ദേഹത്തിന് അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കോളപ്പിൽ എത്ര മിലിറ്റാവൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും എദർ മിലിറ്റാവോയുടെ ആബ്സെൻസിൽ അദ്ദേഹം സ്ക്വാഡിൽ സ്ഥാനം ഉറപ്പിക്കും വേൾഡ് കപ്പിനെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ എന്തായാലും തിയാഗോ സിൽവയെ ഒന്നും ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ കോച്ച് വേൾഡ് കപ്പിന് കൊണ്ടുപോകും നമ്മൾ കരുതുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് കോച്ച് പോകണം. വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അലക്സാൻഡ്രോ റിബൈറോയാണ്, ലില്ലിയുടെ താരം, 26-കാരനായിട്ടുള്ള താരം. ബ്രസീൽ ടീമിൽ അവസരം കൊടുത്തപ്പോഴൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഫോം ഒന്ന് ക്ലബ് ഫുട്ബോളിൽ മങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ സ്ക്വാഡിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. ക്രുസൈറോയുടെ ഫബ്രീസിയോ ബ്രൂണോ 30-കാരനായിട്ടുള്ള താരം, അറിയാലോ, ജപ്പാനെതിരെയുള്ള കളിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വളരെ പൂറായിട്ടാണ് പെർഫോം ചെയ്തത്. പക്ഷേ കോച്ചിന് അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ട്. വേൾഡ് കപ്പിന് എടുക്കാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന താരമാണ്. പിന്നെ വിക്ടർ റീസ് 20-കാരനായിട്ടുള്ള താരം, ജിറോണയുടെ താരം, വളരെ യങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഏരിയൽ ബോളുകളിൽ വളരെ മികവ് കാണിക്കാൻ കപ്പാസിറ്റിയുള്ള, അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ഡിഫൻസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള താരമാണ്. അദ്ദേഹത്തെ കോച്ച് എന്തായാലും പരിഗണിക്കുന്നുണ്ടാവും. വേൾഡ് കപ്പ് ഫൈനൽ സ്ക്വാഡിൽ വന്നില്ലെങ്കിലും അദ്ദേഹത്തിന് പരിഗണനയുണ്ട്. മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് 6 താരങ്ങളെ ആഞ്ചലോട്ടി കൊണ്ടുപോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലൊന്ന് എന്തായാലും കാസിഫർ ആയിരിക്കുമല്ലോ. 34-കാരനായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരം. വേൾഡ് കപ്പിന് ശേഷം അങ്ങനെ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആഞ്ചലോട്ടി വന്നതോടുകൂടി സ്ഥിരം സാന്നിധ്യമായി, നായകൻ്റെ ആംബാൻഡൊക്കെ ആയി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും. അദ്ദേഹം എന്തായാലും സ്ക്വാഡിലുണ്ടാവും. ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ബ്രൂണോ ഗുയിമാരസ് 28-കാരനായിട്ടുള്ള താരം. ആഞ്ചലോട്ടി ബ്രൂണോ ഗുയിമാരസ് കാസമിറോ ദ്വയത്തെയാണ് പിവോട്ടായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ പരിക്ക് പറ്റി ബ്രൂണോ ഗുയിമാരസ് പുറത്തിരുന്നാണ്. പക്ഷേ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റാകും, അദ്ദേഹം കളിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. 28-കാരനായിട്ടുള്ള ബ്രൂണോ ഗുയിമാരസ്. അൽ ഇത്തിഹാദിൻ്റെ ഫാബീഞ്ഞോ 32 വയസ്സുകാരനായിട്ടുള്ള താരം. നേരത്തെ ബ്രസീൽ ടീമിലൊക്കെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. ഇടക്കാലത്ത് പെക്കിംഗ് ഓർഡറിലൊക്കെ താഴേക്ക് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ കോച്ച് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ബൂട്ടാഫാഗയുടെ ഡാനിലോ സാൻഡോസ്. അദ്ദേഹം ഇപ്പം വളരെ സ്ട്രോങ്ങറായിട്ട് ഫിഫ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ബൂട്ടാഫാഗയ്ക്ക് വേണ്ടി വളരെ സ്റ്റാൻഡ് ഔട്ടായിട്ടുള്ള പെർഫോമൻസ് നടത്തുന്നയാളാണ്. ഡെഫിനറ്റ്ലി അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലൂക്കാസ് പക്വറ്റ, ഫ്ലമിംഗോയുടെ ലൂക്കാസ് പക്വറ്റ, അദ്ദേഹം പ്രീമിയർ ലീഗ് വിട്ട് തിരികെ ബ്രസീലിയറോ സിരിയയിലേക്ക് പോയത് തന്നെ വേൾഡ് കപ്പ് സ്ക്വാഡിലെ തൻ്റെ സ്ഥാനം ഊട്ടി ഉറപ്പിക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തെ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രി സാൻഡോസ്, ചെൽസിയുടെ ആൻഡ്രി സാൻഡോസ് നല്ല കപ്പാസിറ്റിയുള്ള കളിക്കാരനാണ്. വേൾഡ് കപ്പിന് ആൻഡ്രി സാൻഡോസിനെ കോച്ച് കൊണ്ടുപോകും, 22-കാരനായിട്ടുള്ള താരത്തെ. ഇനി വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് നമുക്ക് പറയാവുന്ന താരങ്ങൾ ഗബ്രിയേൽ സെറ, ഗലസറായുടെ ഗബ്രിയേൽ സെറ, അറ്റ്ലാന്റയുടെ എഡേഴ്സൺ, ഇങ്ങനെയുള്ള താരങ്ങളെയാണ് നമ്മൾ
വെയിറ്റിംഗ് ലിസ്റ്റിൽ പ്രതീക്ഷിക്കുന്നത്. മുന്നേറ്റത്തിൽ 8 ഫോർവേഡ്മാരെ കോച്ച് കൊണ്ടുപോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 8 ഫോർവേഡ്മാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓൺ ദി പ്ലെയിൻ ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്ന താരങ്ങൾ. ജെനിത്തിൻ്റെ ലൂയിസ് എൻട്രിക്ക് 25-കാരനായിട്ടുള്ള താരം. കോച്ചിന് അദ്ദേഹത്തിൽ നല്ല വിശ്വാസമുണ്ട്. അവസരം കൊടുക്കുമ്പോഴൊക്കെ വളരെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുമുണ്ട്. പിന്നെ ലിയോണിൻ്റെ 19-കാരനായിട്ടുള്ള സ്ട്രൈക്കർ എൻട്രിക്കിന് ഇപ്പോൾ എന്തായാലും എസ്റ്റവായൊക്കെ പുറത്തായ ഘട്ടത്തിൽ എൻട്രിക്ക് സ്ക്വാഡിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ആഞ്ചലോട്ടിക്ക് നല്ല വിശ്വാസമുള്ള കളിക്കാരനാണ്. റയലിൽ പ്ലെയിൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് പലപ്പോഴും സ്ക്വാഡിലേക്ക് താരത്തെ വിളിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ലിയോണിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. സോ എൻട്രിക്ക് സ്ക്വാഡിൽ ഉണ്ടാവുമെന്ന് വേണം കരുതാൻ. ബാഴ്സലോണയുടെ 29-കാരനായിട്ടുള്ള താരം റാഫിഞ്ഞയെക്കുറിച്ച് ഇനി ഞാൻ വിശദമായിട്ട് പറയേണ്ടതില്ലല്ലോ. നല്ല ഫോമിൽ കളിക്കുന്ന താരമാണ്. ഇടയ്ക്ക് പരിക്ക് ഒന്ന് വലച്ചു. പക്ഷേ വേൾഡ് കപ്പിൽ അദ്ദേഹം പൂർണ്ണമായ ശക്തിയോടുകൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. മാത്യൂസ് കുഞ്ഞ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 26-കാരനായിട്ടുള്ള താരം. യുണൈറ്റഡിൻ്റെ ഇത്തവണത്തെ കുതിപ്പിൽ അദ്ദേഹത്തിനും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് ബ്രസീലിലെ മുന്നേറ്റങ്ങൾ നയിക്കാൻ പറ്റില്ലെങ്കിൽ മുന്നേറ്റങ്ങൾ മെനയാനും കപ്പാസിറ്റി അങ്ങനെയുള്ള ഒരു കളിക്കാരനാണ്. സോ മാത്യൂസ് കുഞ്ഞ. ജാവോ പെഡ്രോ മറ്റൊരാൾ, 24-കാരനായിട്ടുള്ള ചെൽസിയുടെ താരം. സീസണിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രസീലിൻ്റെ ജേഴ്സി അണിയുമ്പോൾ എത്രത്തോളം മികവ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഇഗോർ തിയാഗോ, ബ്രെൻഫോർഡിൻ്റെ ഇഗോർ തിയാഗോ 24-കാരനായിട്ടുള്ള താരം. അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വിനി ജൂനിയർ, റയൽ മാഡ്രിഡിൻ്റെ 25-കാരനായിട്ടുള്ള താരം. അദ്ദേഹം തീർച്ചയായിട്ടും പതിവ് പോലെ ആഞ്ചലോട്ടിയുടെ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ സ്ക്വാഡിൽ ഉണ്ടാകും. വേൾഡ് കപ്പിന് തൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഗബ്രിയേൽ മാർട്ടിനെല്ലി, 24-കാരനായിട്ടുള്ള ആഴ്സണൽ താരം ഗബ്രിയേൽ മാർട്ടിനെല്ലി. ഈ താരങ്ങളാണ് ഇപ്പോൾ കോച്ച് ഓൾമോസ്റ്റ് സ്ക്വാഡിലെടുത്തു എന്ന് പറയാവുന്ന താരങ്ങൾ. അപ്പോൾ നെയ്മറുടെ കാര്യത്തിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ അത്ര പോസിറ്റീവ് അല്ല. പക്ഷേ കോച്ച് അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഒരു 55-അംഗ പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ചൊരു പക്ഷേ അവസാനം അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുത്തേക്കാം. എന്നാലും ഇപ്പോൾ നമുക്ക് നെയ്മറെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 34-കാരനായിട്ടുള്ള താരം കളിച്ചില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും ബ്രസീലിയൻ ആരാധകർക്ക്. ഏതായാലും എസ്റ്റവായോ ഓൾറെഡി പുറത്തായൊരു സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാജിക്കൽ പെർഫോമൻസ് നടത്താൻ കപ്പാസിറ്റി ഉള്ള കളിക്കാരൻ എന്നുള്ള നിലയ്ക്ക് നെയ്മറെ കൊണ്ടുപോകേണ്ടതാണ്. കോച്ചിൻ്റെ തീരുമാനമെടുക്കുന്നത് കാത്തിരുന്ന് കാണണം. ലഭിക്കുന്ന വിവരങ്ങൾ അത്ര പോസിറ്റീവ് അല്ല എന്ന് നിങ്ങളുമായി പങ്കുവെച്ചതേ ഉള്ളൂ. പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വരുന്നത് ബേൺമൗത്തിൻ്റെ 19-കാരൻ റയാൻ. വളരെ മികച്ച ഫോമിലാണ് പയ്യനുള്ളത്. സോ മേ ബി സ്ക്വാഡിൽ ഉൾപ്പെട്ടേക്കാം എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ റിച്ചാലീസൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഞ്ചലോട്ടിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. സോ എടുക്കുമോ? ഏരിയൽ ബോളുകളിലൊക്കെ അദ്ദേഹത്തിന് കപ്പാസിറ്റി ഉണ്ട്. സോ മേ ബി അദ്ദേഹത്തിനും സാധ്യതയുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷേ ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഫ്ലമിംഗോയുടെ പെഡ്രോ, അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിങ് ഇൻസ്റ്റിങ്ക്റ്റ് എല്ലാവരും എടുത്ത് പറയുന്ന കാര്യമാണല്ലോ അത്. അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഫോമിൽ കളിക്കുകയാണെങ്കിൽ ഗോൾ ക്ഷാമം എന്തായാലും ഒഴിവാക്കാൻ പറ്റും. സോ പരിഗണനയിൽ എന്തായാലും അദ്ദേഹവുമുണ്ട്. പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഇഗോർ ഹീസസ്, 25-കാരനായിട്ടുള്ള താരം. അപ്പോൾ ഇതിൽ ആര് വരും എന്നുള്ളത് കണ്ടറിയണം. സോ ഇത് നമുക്ക് ഈ പറഞ്ഞ പേരുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരാണ്. ഏതായാലും മികച്ച ഒരു പൂൾ ഓഫ് പ്ലെയേഴ്സ് ബ്രസീലിനുണ്ട്. അതിൽ ആരൊക്കെ സ്ക്വാഡിലുണ്ടാവും എന്നുള്ളത് തിങ്കളാഴ്ച നമുക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ താരങ്ങളെ വിലയിരുത്തിയിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകണം. പോഡ്കാസ്റ്റിൽ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.